ഇവിടെ മുമ്പിൽ ഞാൻ ഉണ്ടാവും എപ്പോഴും. ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇവളെ അനാഥാന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നുണ്ടോ ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും എനിക്കും പറ്റിക്കഴിഞ്ഞാലും ഇവക്ക് കയറി കിടക്കാനുള്ള ഒരു വീട്, ഇവക്കായിട്ടൊരു വീട്, അതെന്റെ ഒരു സ്വപ്നം തന്നെ. എല്ലാവരും ചോദിക്കോട്ടോ ഏത് നേരം പെണ്ണിന്റെ പുറകെ തന്നെ നടക്കുന്ന ആളല്ലേ, അത് ഇവളെന്റെ പെണ്ണിനെ കുഴപ്പമില്ല. ചൂരൽ മലയിലെ ഉരുൾപൊട്ടലിൽ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട ശ്രുതിയെ തനിച്ചാക്കിയാണ് പ്രതിശ്രുതഭരനായ ജെൻസനും വിടവാങ്ങിയത്. ഇതിനോടകം തന്നെ നിരവധി പേരാണ് ജെൻസന്റെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തി എത്തിയിരുന്നത്. ഇപ്പോഴിതാ ശ്രുതിയുടെ ഈ ഒരു വേദനയിൽ പങ്കുചേർന്നിരിക്കുകയാണ് നടി മഞ്ജു വാര്യരും. ഒരു വാക്കിനും ഉൾക്കൊള്ളാനാകില്ല ശ്രുതിയുടെ വേദന, ഒരു കൈത്തലത്തിലും തുടയ്ക്കാനാകില്ല ആ പെൺകുട്ടിയുടെ കണ്ണീര്. ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടമായ അവളുടെ കരം പിടിച്ച ജെൻസൺ എന്ന നന്മയും മരണം കൊണ്ടുപോകുമ്പോൾ കാലമേ എന്തിനിത്ര ക്രൂരത എന്ന് മാത്രം ചോദിച്ചു പോകുന്നു. ഇനി ലോകമൊന്നാകെ ശ്രുതിക്ക് കൂട്ടാകട്ടെ, അവളെ ഏറ്റെടുക്കട്ടെ എന്നാണ് താരം കുറിച്ചത്. നേരത്തെ മമ്മൂട്ടിയും ഫഹദ് ഫാസിലും ദുഃഖം പങ്കുവച്ച് എത്തിയിരുന്നു. ജെൻസന്റെ വിയോഗം വലിയ ദുഃഖമുണ്ടാക്കുന്നു. ശ്രുതിയുടെ വേദന ചിന്തിക്കാവുന്നതിനപ്പുറമാണ്. സഹനത്തിന് അപാരമായൊരു ശക്തി ലഭിക്കട്ടെ ശ്രുതിക്കും ജെൻസന്റെ പ്രിയപ്പെട്ടവർക്കും എന്നിങ്ങനെയായിരുന്നു മമ്മൂട്ടി സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നത്. ഫഹദ് ഫാസിലും ദുഃഖം രേഖപ്പെടുത്തിയിരുന്നു. അവസാന നിമിഷം വരെ നീ ഓർക്കപ്പെടും സഹോദര എന്നൊരു അടിക്കുറിപ്പോടെയാണ് ഫഹദ് ഫാസിൽ ജെൻസന്റെ ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നത്. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ 9 പേരെയാണ് ശ്രുതിക്ക് നഷ്ടമായത്. ചൊവ്വാഴ്ച വൈകിട്ട് ജെൻസനും ശ്രുതിയും കുടുംബാംഗങ്ങളും സഞ്ചരിച്ച ഒമിനി വാൻ സ്വകാര്യ ബസ്സുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടാക്കുകയായിരുന്നു. കൽപ്പറ്റ വെള്ളാരംകുന്ന് പ്രദേശത്ത് വെച്ചായിരുന്നു ഈ ഒരു സംഭവം. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജെൻസൺ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്തിയിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസം രാത്രിയോടെ മരണത്തിന് കീഴടങ്ങി. ജെൻസനും ശ്രുതിയും ഉൾപ്പെടെ 7 പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. കാലിന് പരിക്കേറ്റ ശ്രുതിയും ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വിവാഹം ഡിസംബറിൽ തീരുമാനിച്ചിരുന്നുവെങ്കിലും പിന്നീട് സെപ്റ്റംബറിലേക്ക് മാറ്റിയിരുന്നു. ഇതിനൊക്കെയുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനിടെയാണ് ദുരന്തം ശ്രുതിയുടെ കുടുംബത്തെ ഉരുൾപൊട്ടൽ തകർത്തത്. പിന്നാലെ തനിച്ചായ ശ്രുതിക്ക് കൈത്താങ്ങായത് പ്രതിശ്രുതഭരനായ ജെൻസനായിരുന്നു. മണ്ണിടിച്ചിലിന് ഏതാനും നാളുകൾക്ക് മുൻപായിരുന്നു ജെൻസനും ശ്രുതിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടത്തിയിരുന്നത്. DNA പരിശോധനയിലൂടെ അമ്മ സബിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞ ശേഷം അമ്മയെ അടക്കിയ സ്ഥലം ആദ്യമായി കാണാൻ പുത്തുമലയിലെ പൊതുശ്മശാനത്തിൽ എത്തുമ്പോൾ ശ്രുതിക്കൊപ്പം ജെൻസനും ഉണ്ടായിരുന്നു. ശ്രുതിയും ജെൻസനും സ്കൂൾ കാലം മുതൽ സുഹൃത്തുക്കളാണ്. ആ പ്രണയമാണ് വിവാഹ നിശ്ചയത്തിലേക്ക് എത്തിയത്. കല്യാണത്തിന് കരുതിയിരുന്ന സ്വർണവും പണവും വീടും ഉരുൾ കൊണ്ടുപോയിരുന്നു. ഉരുൾപൊട്ടലിൽ 1 മാസം മുൻപായിരുന്നു ശ്രുതിയുടെ വീടിന് പാലുകാച്ചിലും നടന്നത്. ആയുഷ്കാലത്തെ സമ്പാദ്യമെല്ലാം കൂട്ടിവെച്ചായിരുന്നു ശ്രുതിയുടെ അച്ഛൻ വീട് നിർമ്മിച്ചത്.